നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. തെന്നല പഞ്ചായത്തിൽ ഇത്തവണ സമ്പൂർണ്ണ വിജയം നേടുമെന്ന് UDF അവകാശപ്പെട്ടു. ഇത്തവണ മുഴുവൻ സീറ്റ് നേടുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. പഞ്ചായത്തിൽ വികസനമില്ല എന്നത് പ്രതിപക്ഷത്തിന്റെ വെറും ആരോപണമാണ്. മുഴുവൻ കുടുംബങ്ങൾക്കും കുടിവെള്ളം നൽകുന്ന പഞ്ചായത്ത് തെന്നലയാണ്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ബാങ്ക് വിഷയം ബാധിക്കില്ല. എല്ലാ തിരഞ്ഞെടുപ്പ് കാലത്തും ബാങ്ക് വിഷയം പറയാറുണ്ട്. ഇപ്പോൾ LDF ആണ് ബാങ്ക് ഭരിക്കുന്നത്. എന്നിട്ട് അവർക്ക് ഒരു തുക പോലും നൽകാൻ കഴിഞ്ഞില്ല. സംസ്ഥാനത്ത് UDF വന്നാൽ ബാങ്കിലെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമാകുമെന്നും ലീഗ് നേതാവ് MP കുഞ്ഞിമൊയ്തീൻ പറഞ്ഞു. തെന്നല എന്ന് പറയുമ്പോൾ അറിയാലോ, കേരളത്തിൽ തന്നെ UDFന് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള പഞ്ചായത്താണ്. ഈ പ്രാവശ്യം ഞങ്ങൾ സമ്പൂർണ്ണ വിജയമാണ്. 19 സീറ്റുള്ളത്. ആ 19ഉം UDF നേടുന്നുള്ളതിൽ ഒരു സംശയമില്ല. നമ്മളെ എയിം അതാണ്. കാരണം 19 വാർഡുണ്ട്, 2 ബ്ലോക്ക് ഡിവിഷനുണ്ട്, ജില്ലാ പഞ്ചായത്തിന് നമ്പർ ഡിവിഷൻ. ഇതിന് സമ്പൂർണ്ണ വിജയമാണ് UDF തെന്നലയിൽ ലക്ഷ്യമിടുന്നത്. അത് 100% പാവത്തി വളർന്ന കാര്യത്തിൽ ഒരു സംശയം. കഴിഞ്ഞ തവണ ഒന്നാം വാർഡൊക്കെ തിരിച്ചു പിടിക്കും. ഒന്നാം വാർഡൊക്കെ നല്ല മത്സരമല്ലേ, തിരിച്ചു പിടിക്കുന്ന ഒരു കാര്യത്തിൽ ഒരു സംശയമില്ല. ഒന്നാം വാർഡൊക്കെ തിരിച്ചു പിടിക്കും. പഞ്ചായത്ത് LDFിൻ്റെതെന്ന് പറഞ്ഞാൽ അപ്പോൾ അത് പഞ്ചായത്തിൻ്റെ വികസന മുരടിപ്പ് എന്ന് പറഞ്ഞാൽ പോരല്ലോ. ഏതൊക്കെ മേഖലയിലാണ് പഞ്ചായത്തിൻ്റെ വികസന മുരടിപ്പ് എന്ന് പറഞ്ഞാൽ പാശ്ചാത്തല മേഖല 100%. അതുപോലെ തന്നെ കുടിവെള്ളം. തെന്നല പഞ്ചായത്ത് ഏകദേശം 7000-ഓളം കുടുംബങ്ങളുണ്ട്. ഈ 7000 കുടുംബങ്ങൾക്കും കുടിവെള്ളത്തിനുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ യമുന അവിടെ യമുന ചോദിച്ചാൽ മതി. 7000 കുടുംബങ്ങൾക്കും കുടിവെള്ളം കിട്ടുന്ന ഏക പഞ്ചായത്ത്, ഒരു പക്ഷേ 100% കുടിവെള്ളം കിട്ടുന്ന ഏക പഞ്ചായത്ത് കേരളത്തിൽ തെന്നലയായിരിക്കും. പിന്നെ എന്ത് വികസനം മുരടിപ്പെന്ന് അവർ പറഞ്ഞു അല്ലേ യമുന? പിന്നെ എന്ത് വികസനം മുരടിപ്പെന്ന് അവർ പറയേണ്ടത്? ഒരു വികസന മുരടിപ്പില്ല. അപ്പോൾ ബാങ്കുമായി ബന്ധപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ അത് ബാങ്ക് ഇലക്ഷൻ ഉണ്ടാകുമ്പോഴല്ലേ ബാങ്കുമായി ബന്ധപ്പെട്ട വിഷയം. പഞ്ചായത്ത് ഇലക്ഷന് ബാങ്ക് ഒരു ഇലക്ഷൻ സ്വാധീനിക്കില്ല. പതിറ്റാണ്ടുകളായിട്ട് ഇലക്ഷൻ വരുമ്പോഴും പറയേണ്ട കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ട് UDFന്റെ ഭരണം വന്നാൽ ബാങ്കിലെ പ്രശ്നം തീരും. ഇപ്പോൾ ബാങ്ക് ഭരിക്കേണ്ടത് പിന്നെ അഡ്മിനിസ്ട്രേറ്റർ അല്ലേ, CPM അല്ലേ ഭരിക്കേണ്ടത്. ഏകദേശം ഒരു വർഷത്തോളം ആനായില്ലേ. ഇന്ന് എന്ത് ചെയ്യാൻ പറ്റി? ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഒരാൾക്ക് 2000 രൂപ വെച്ച് കൊടുക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അപ്പോൾ UDF ഭരണം വന്നാൽ ബാങ്കിലെ പ്രശ്നം തീരും. ഒരു വർഷത്തിനുള്ളിൽ ബാങ്ക് ഞങ്ങൾ റീകൂപ്പ് ചെയ്ത് കൊണ്ടുവരും. ഒരു സംശയം വേണ്ട. UDFന്റെ ഭരണം വന്നാൽ സംസ്ഥാനത്ത്. ന്യൂസ് ഡെസ്ക്, തിരൂരങ്ങാടി ടുഡേ.